നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തു വ്യത്യസ്തരായ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വ്യത്യസ്തരായ ആൾക്കാരിലേക്കെല്ലാം ദൈവം തൻ്റെ വചനം നിക്ഷേപിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നല്ല മനുഷ്യരിലേക്ക് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരിലേക്കും ദൈവം നന്മയുടെ വിത്തുകൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇനി അത് വളരണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നമ്മളുടേതാണ്. യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക് ഓരോ മനുഷ്യരും നൽകിയ പ്രതികരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ഇന്നലെ ഈശോ പറഞ്ഞു തുടങ്ങിയ കഥയിൽ നിന്ന് അവസാനിക്കുമ്പോൾ കേൾവിക്കാരായി നമ്മിലേക്ക് ഈശോ വിരൽ ചൂണ്ടുന്നുണ്ട്. ദൈവം എന്നിൽ നിക്ഷേപിച്ചതിനെ ഞാൻ 100 മേനി ഫലം നൽകിയോ ഇല്ലയോ എന്ന്. എപ്പോഴും കഥകളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ശിഷ്യന്മാർക്ക് പയ്യെ മടുത്തു തുടങ്ങി. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഗുരു ശിഷ്യന്മാരോട് ഒരിക്കൽ സംസാരിക്കുകയാണ്. ഈ കഥകളെ ഒരിക്കലും നിരാകരിക്കരുത്. നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണ നാണയം കണ്ടെത്താനായിട്ട് 1 രൂപയുടെ മെഴുകുതിരി മതിയാവും. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് ഈ ചെറിയ കഥകൾ നിങ്ങളെ സഹായിക്കും. ഇന്ന് വിധക്കാരൻ്റെ ഉപമ അവസാനിക്കുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തെപ്പറ്റി ചിന്തിക്കാം. ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച വചനത്തിൻ്റെ വിത്തുകൾ ഇതെന്തുമാത്രം വളർന്നിട്ടുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.